അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വിശുദ്ധ സന്ദേശം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അൽ ബഖറ സൂറത്തിൻ്റെ അർത്ഥമാണ് ഇന്ന് പറയാൻ പോകുന്നത്. അധ്യായം 2. അൽ ബഖറ എന്നതിൻ്റെ അർത്ഥം പശു എന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. അലിഫ് ലാം മീം. അലിഫ് ലാം മീം എന്നതിൻ്റെ അർത്ഥം അലിഫ് ലാം മീം എന്ന് തന്നെയാണ്. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇതാകുന്നു ഗ്രന്ഥം, ഇതിൽ സംശയമേ ഇല്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുകയും പ്രാർത്ഥന അഥവാ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും നാം നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുകയും എന്നാണ് അതിൻ്റെ അർത്ഥം. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. നിനക്കും നിന്റെ മുൻഗാമികൾക്കും നൽകപ്പെട്ട സന്ദേശത്തിൽ വിശ്വസിക്കുകയും പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നവരത്രേ അവർ സൂക്ഷ്മത പാലിക്കുന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഉലൈക അലൽ ഹുദം മിർ റബ്ബിഹിം വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവരുടെ നാഥൻ കാണിച്ച നേർവഴിയിലാകുന്നു അവർ തന്നെയാകുന്നു സാക്ഷാൽ വിജയികൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്നല്ലദീന കഫറു വസവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം നീ അവർക്ക് താക്കീത് നൽകിയാലും ഇല്ലെങ്കിലും സമ്മാകുന്നു, അവർ വിശ്വസിക്കുന്നതല്ല. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വ അലാ സംഇഹിം വ അലാ അബ്സാരിഹിം ഇശാവ വലഹും അദാബുൻ അലീം. അവരുടെ മനസ്സുകൾക്കും കാതിനും അല്ലാഹു മുദ്ര വച്ചിരിക്കുകയാണ്. അവരുടെ ദൃഷ്ടികളിൽ മേലും ഒരു മുടിയുണ്ട്. അവർക്കാകുന്നു കനത്ത ശിക്ഷയുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിൽ എന്തെങ്കിലും തെറ്റുപോരായ്മകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഇനി ഓൺലൈൻ ക്ലാസ്സിന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ മെയിൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പരും എല്ലാം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, കയറി ബന്ധപ്പെടാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നാളെ ഇതിൻ്റെ ബാക്കിയായി വരാം. ശരി.